ഈ രാജാവിന്റെ പോലെ തലയിൽ കീടം വെച്ച് ഇങ്ങനെ നിന്നു. ഒരു കാര്യമില്ല. എന്റെ മെയ്മറെ കല്യങ്ങാടി നീതി രാത്രി അലിഞ്ഞു തിരിഞ്ഞ് നടക്കണ പോലെ നടക്കുക. അനക്കെന്താ പോയത്? എന്റെതല്ല പോയത്. ഇജ്ജ് എന്താണ് ഈ കാട്ടണത്? ഇത് കട്ടുമെന്നിറങ്ങി ഒന്ന് ഉഷാറായിട്ട് വാ. ഇജ്ജ് പിരിഞ്ഞു പോവല്ല മോനെ. ഇജ്ജില്ലെങ്കിൽ കുഞ്ഞാപ്പ് കളി കാണൂലട്ടോ. എന്റെ ആ കരച്ചിലില്ലേ എല്ലാരും കൽബിൽക്കാ കയറിയത്. ഇജ്ജ് അഭിനയിച്ചതല്ലല്ലോ പഹയ, എന്റെ ഉള്ളിൽ നിന്ന് വന്നതല്ലേ. ഇജ്ജ് ഓനൊന്ന് നോക്ക്, ആ മെസ്സിച്ചക്കനെ. അന്നേക്കാൾ എത്ര മൂത്തതാ. പന്ത് കണ്ട ഓന്റെ നെൽസിനും മുടിച്ചിനും കണ്ടില്ലേ. വേണി പിടിച്ച കുട്ടികൾ ചക്കക്കൂട്ടാൻ കണ്ട പോലെ. വല്ലാതെ ചിരിക്കണ്ട, കാണിച്ചു തരാം തന്നെ, കാണിച്ചു തരാം. എന്താ കുഞ്ഞപ്പോ അറിയാതെ കാര്യം പറയും. നമുക്ക് എന്ത് പ്രശ്നം നമുക്ക് പരിഹരിക്കാം. എന്ത് പരിഹാരം? വാ, നമുക്ക് പരിഹരിക്കാം. എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ വാ. വായോ ഇങ്ങോട്ട് വാ കുഞ്ഞാപ്പോ. എന്ത് പ്രശ്നം നമുക്ക് പരിഗണിച്ചൂടെ? പരിഹരിക്കും. ഞാൻ എന്ത് ചെയ്യാനാണ്? ശരിയാവും കുഞ്ഞാപ്പോ. പോയി എന്ത് പ്രശ്നം പറയും കുഞ്ഞാപ്പോ. ശരിയാക്കി തരാം കുഞ്ഞാപ്പോ. ഞാൻ ഇല്ല ഇവിടെ. എന്തിനാ വായ്പുണ്ട്? എത്ര നോക്കി വളർത്തിയതാ, എന്നിട്ടും ഓ എന്നെ മനസ്സിലാക്കൂല. കുഞ്ഞാപ്പോ അതിന് അബുട്ടി അന്നെ എന്താ ചെയ്തത്? അറിയാണെങ്കി കുഴപ്പമില്ല, ഓന്റെ പേരിലേക്ക് കേട്ടൂല. കുഞ്ഞാപ്പോ ഇതെന്താണ് ഈ പറയണത്? നമ്മള് വളർന്ന കാലല്ല. ഇപ്പൊ ഉമ്മാനോട് ഉപ്പാനോടൊക്കെ കുട്ടികൾക്ക് സ്നേഹം കുറവാണ്. അനക്കറിയോ, ഇന്നലെ ഞാൻ ഓനെ പേടിച്ച് പേരിക്ക് തന്നെ പോയിട്ടില്ല. കുഞ്ഞാപ്പോ ഇതിന് മാത്രം എന്താ ഉണ്ടായി? ഞാൻ ഓനോട് ചോദിക്കാം. ഞാൻ ഇന്നലെ രാത്രി 9 മണിക്ക് ചോറ് തിന്നതിന്റെ ദിവസം കുന്നത്തങ്ങാടിക്ക് ഒന്ന് കേറി. എന്നിട്ട് മേലെ കുന്നിലത്തെ ചെക്കന്മാരെല്ലാം ഉണ്ട് അവിടെ. അനക്കറിയുന്നതല്ലേ. എന്താ കുഞ്ഞാപ്പോ? അനക്കറിയില്ലേ ഞാൻ ബ്രസീലിന്റെ ആളാണെന്നുള്ളത്? ആ നീളമുള്ള പഹല്ലേ, ആ നോർവേയിലെ ഓരാണ് നമ്മളെ ഈ ഗതിയിൽ എത്തിച്ചത്. അതിന് നമ്മളെന്ത് ചെയ്യാനാണ്? ഒരു തോറ്റയിന് അതിന് നിങ്ങൾക്കൊരു വിഷമവുമില്ല. ഓരെ സപ്പോർട്ട് ചെയ്ത ആ മെസ്സി ചെക്കന്മാരെ ഫാൻസിന് തന്നെ എനിക്കിഷ്ടല്ല. കുഞ്ഞാപ്പോ ഇത് വലിച്ചിട്ടാണ് കാര്യം പറയും. കുഞ്ഞാപ്പോ ബ്രസീൽ തോൽക്കുക ജയിക്കുക എന്തേലും ആയിക്കോട്ടെ, എന്റെ വീട്ടിൽ അവരാ രാജാക്കള്. അർജന്റീന ടീമിന്റെയും ആ മെസ്സി ചെക്കന്റെയും കളി കാണാൻ ഞാൻ ആ ക്ലബിൽ ഇത്തിരിക്കായിരുന്നു. അതിനെന്താണ്? ചെക്കൻ എന്റെ ക്ലബിൽ വന്ന് തല്ലിയ? ഇജെന്താ മൂസേ എടി കോലിടണ്? ഇജെന്താ പറയണത്? ഇജ് കാലം വിടില്ല കയറും വിടൂല. എനിക്ക് നിക്കായിന് പോകാനുള്ളതാണ്. മൂസേ ഓരിങ്ങനെ മുന്നേറുകയാണ്. ഇജെന്താ കാര്യം മനസ്സിലാക്കാതെ പറയുന്നത്? തമാശ കളിക്കുക. അന്റെ വല്ലാതെ ജാതി വാർത്താലാണ്. മൂസേ ഇജൊന്ന് ശ്രമിക്ക്. എന്റെ ശത്രുക്കളാണ് ആ അർജന്റീനയും ആ മെസ്സി ചെക്കനും. ഇജെന്താണ് ഈ പറയണത്? ഓരോ ചലഞ്ച് എവിടെ പോകാനാണ്? അർജന്റീനക്കാ? ഇജിട്ട് വന്ന ഞാനൊരു വഴി ഉണ്ടാക്കി തരാം. നിങ്ങളൊരു വഴി ഉണ്ടാക്കണ്ട, ഓരടുത്ത കളിക്കോട്ട് വരട്ടെ, ഒരു പാഠം പഠിപ്പിക്കും. ഇജി കളി കണ്ടോ? അർജന്റീനന്റെ അറ്റള മുഖത്തെ ഒരു തുള്ളി ചോര ഉണ്ടായിട്ടില്ല. ആര്? അർജന്റീന ടീമിന്റെ? ഇജ് എന്താടാ പറയണത്? ഓലെ ഫ്രാൻസിന്റെ. എടാ ഇങ്ങോട്ട് നോക്കടാ. ഫാൻസ് എന്ന് പറയടാ. എന്തേ? ഇജി പറഞ്ഞത് തന്നെ ഞാനും പറഞ്ഞത്. ഞാൻ പറഞ്ഞത് എനിക്ക് പറ്റിയില്ലേ? 2 ഗോളിനല്ലേ
ഈജിപ്ത് ജയിച്ചത്. 80-ാം മിനിറ്റിലല്ലേ ത്രില്ലർ സിനിമ കാണുന്നത് പോലല്ലേ അവർ ഗോൾ അടിച്ചത്. അർജന്റീന ഉണ്ട് ഈജിപ്തിന് ഒരു ഗോൾ അടിച്ചിട്ടുണ്ട്. വയ്യ, കണ്ണാണ്ട് തള്ളിപ്പോയി. എന്താടാ പറയാ ആളുടെ മക്കാറാക്കണേ. ഞാൻ പിന്നെ പുരയിൽ പോകാൻ അവിടെ കുറച്ച് ജോലി ഉണ്ട് എനിക്ക്. പോവല്ലേ കുഞ്ഞാപ്പോ, എന്തൊരു അവസാനം കാര്യം പറയാനുണ്ട്. എനിക്കൊരു കാര്യം പറയാനുണ്ട്, പോവല്ലേ. കുഞ്ഞാപ്പോ, ഇന്റെ ചെക്ക് 10,000 രൂപ ലോൺ അടക്കാൻ വേണ്ടി എന്റെ കയ്യിൽ തന്നീനടാ. എന്നിട്ട് ഈജിപ്ത് ജയിക്കുഞ്ചിട്ട് വടിവാൾ അംസനെറ്റ് 10,000 ഉറുപ്പ്യക്ക് പന്തയം വെച്ചിരുന്നടാ. എന്ത് പഹയാജ് ചെയ്തത്? ബ്രസീലേക്ക് അയാളെ കുറിച്ചിട്ട് എനിക്കിന്റെ പെരിയിൽക്കൊന്ന് പോണം. ഇന്റെ ചെക്കന്റെ മുഖം കാണാൻ വയ്യ. നിന്നൊന്ന് സഹായിക്കടാ. എന്താ മൊയ്തജി കാണിച്ചത്? അന്നെ പെരേക്കല്ല, അന്നെ പൊയ്യൽക്കാണ് മറച്ചിടേണ്ടത്. അനക്ക് ഞാൻ ഒരു പണി പറഞ്ഞാ ഒണാലിന്റെ നെയ്മറിന്റെ മക്കളെ വിളിച്ച് ഞാൻ നിവേദനം കൊടുക്കും മോനിക്ക് വേണ്ടിട്ട്. എന്തോ ഒരു കഷ്ടായി.